ഹലോ, അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ദുബൈയിലാണ് കേട്ടോ. ഇവിടെ ഇവിടെ ഫ്രണ്ടിൻ്റെ വൈഫ് വന്നിട്ടുണ്ട്, വിസിറ്റിന് വന്നിട്ടുണ്ട് വെക്കേഷൻ ആയപ്പോൾ. അപ്പം നമ്മൾ അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. But the sunlight hits in so many ways. Grab my shades and hit the streets, no plan. Chasing vibes like seashells in the sand. Radio hums a tune I can't name. ഇത് കണ്ട, ഇത് ചൂട് തുടങ്ങുമ്പോൾ ഈത്തപ്പഴം പഴുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടി വെക്കട്ടെ. അത് വീണിട്ട് ഈ നെറ്റ് നിറയും. അത് പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നെറ്റിലൊക്കെ നിറഞ്ഞ് ഇങ്ങനെ വരും. അങ്ങനെ 2-3 സ്ഥലത്ത് ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ളത് കാരണമാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. A heartbeat, skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls. അങ്ങനെ നടന്നു വന്നിട്ട് ഞങ്ങളിതാ ഇങ്ങനെ നടക്കണുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി നടക്കണുണ്ട്. കുറെ ആൾക്കാർ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ തിരക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നമുക്കെന്നാ ബ്രിഡ്ജിന്റെ മേലെ കൂടെ കയറാന്ന് പറഞ്ഞപ്പോ ഇതിന് മുന്നേതാ ഉപ്പയും മോളും കൂടെ അവിടെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരുന്ന ബ്രിഡ്ജിൽ കയറിയിട്ട് നടക്കാന്ന്. അപ്പോഴിതാ 2 തടിച്ച് കൊഴുത്ത പൂച്ചക്കുട്ടന്മാര് കിടക്കണം. അപ്പോൾ നിങ്ങളേതായാലും വീഡിയോ എടുക്കില്ല, എന്നാൽ ഞങ്ങളുടെയും കൂടെ ക്യാപ്ചർ ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൊരു കിടത്താണ് അവർ കിടക്കണം. നിങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബിൽ ഉൾപ്പെടുത്തുന്നുള്ള രീതിക്ക് ഞങ്ങളുടെയും കൂടെ ഉൾപ്പെടുത്തുന്ന രീതിക്ക് അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ മക്കള് ഒക്കെ എന്തൊക്കെ കഴിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇവര്. ദുബായ് വാട്ടർ കനാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം വികസനങ്ങളും അതിന് വേണ്ടിയിട്ട് കുറേ പുതുമകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോഴും അത് വേണ്ടി ഗവേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ പ്രദേശം, ഈ സ്ഥലം വിനോദസഞ്ചാരത്തിനും അതുപോലെ തന്നെ താമസത്തിന് വേണ്ടി താമസിക്കാൻ കുറേ റെസിഡൻസ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ബ്രിഡ്ജിൻ്റെ മേലെയാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് 2017 അതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നത്. അന്ന് നമ്മൾ സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ളൊരു സന്ദേശം വെച്ചിട്ടാണ് ഇവർ ഈ ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദുബായിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. വാക്കിങ്ങിനും ഇവിടെ ഈ സ്കൂട്ടർ അതുപോലെ തന്നെ സൈക്ലിങ് അതിനൊക്കെ ആയിട്ട് ഈ സ്കൂട്ടറിങ്ങിനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് വരെ ഒരു ട്രാക്ക് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദുബായിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 1 ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല. ഇതൊരു വേറൊരു ലൈന് കാണുന്നതാണ് സൈക്കിളിന് വേണ്ടിയുള്ള ട്രാക്കാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോഴും അവിടെ കുറേ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ പേര് ടോളറൻസ് ബ്രിഡ്ജ് എന്നാണ് കേട്ടോ. അവർ അതിന് പേര് നൽകിയിട്ടത് തന്നെ അത്രയും അർത്ഥവത്തായിട്ടുള്ളൊരു പേര് തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്, സഹിഷ്ണുത പാലം എന്നുള്ള രീതിക്ക്. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരടി നടക്കാൻ വയ്യാത്ത അവസ്ഥ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്ക് ലിഫ്റ്റിൽ പോകാമെന്ന് വെച്ചിട്ട് ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ അതാ ക്യാമറയും തൂക്കി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അതിൽ ഞങ്ങളും പെട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആസ് യൂഷ്വൽ എല്ലാവരുടെയും കുറ്റങ്ങളും തള്ളലുകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പണി നല്ല വെടുപ്പായി ചെയ്യുന്നുണ്ട്. മറ്റേ ഹസ്ബൻഡും അവരുടെ ഹസ്ബൻഡും അവരുടേതായിട്ടുള്ള ലോകത്ത് നടക്കുന്നുണ്ട്, മക്കളുടെ ലോകത്ത് നടക്കുന്നുണ്ട്. ഇവിടെ പിന്നെ ഫുൾ സേഫ്റ്റി ആണല്ലോ.
നമുക്ക് ഒന്നും പേടിക്കേണ്ടത്. എന്നാലും വെള്ളം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. മക്കൾ അതിലേക്ക് ചാടുവോ വീഴോ. പിന്നെ ഇതാ നമ്മളെ നാട്ടിൽ കാണുന്ന ഒരു തരം പുല്ലല്ലേ ഇത്. ഇവിടെ ഇതിപ്പോ ഗാർഡനിങ് ആയിട്ടാണ് ഇവരിത് യൂസ് ചെയ്യുന്നത്. നമ്മളെ നാട്ടില് വെട്ടി നശിപ്പിക്കണ ഒരു സാധനം ഇവിടെ ഇവര് ഗാർഡനിങ്ങിന് യൂസ് ചെയ്യുന്നെന്ന് മാത്രം. ഇത് മക്കൾ ഇവിടെ കളിക്കുന്നത് എങ്ങനെയാ വെച്ചാല് സണ്ണാണോ കാറ്റർപില്ലർ ആണോന്ന് വെച്ചിട്ട് അതിങ്ങനെ പൊക്കി വീടും. അപ്പൊ സണ്ണ കാറ്റർപില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കളിക്കുന്നുണ്ട്. അവരുടെ ഒരു കളി. But the sunlight hits in so many ways. Grab my shades and hit. അങ്ങനെ നടന്നും കളിച്ചും ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടും മക്കളൊക്കെ ക്ഷീണിച്ചപ്പോൾ അവർ കൊടുന്ന സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കണം. ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട്, ചിപ്സ് കഴിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിക്കുള്ള കഴിപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ തല്ലോടുന്നുണ്ട്, പണക്കുണ്ട്, വീണ്ടും ഇണക്കുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾ അവരുടെ ലോകത്ത് ഹാപ്പിയാണ്. എന്നാലും രണ്ടുപേർക്ക് നാളെ സ്കൂളിൽ പോകണ്ടേന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. 2 ദിവസം ലീവ്. അങ്ങനെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ഇടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് നാളെ നാളെ വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പം പിന്നെ വീട്ടിൽ പോയി നമ്മൾ ബാഗൊക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ചു പോകാനുള്ള അവരുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഇനി അടുത്ത വരവിൽ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്.